കുട്ടികൾക്ക് ടോയ്സ് വാങ്ങിക്കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ടോയ്സ് ആണോ വാങ്ങിക്കൊടുക്കാറ് അതോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതോ? ഇനിയിപ്പോൾ ഇതിൽ ഏതാണെങ്കിലും ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ടോയ്സ് ഒക്കെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനുള്ള ഒരു ടൂളാക്കി മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. മിക്ക പേരൻസും കരുതുന്നത് നമ്മൾ ഈ ടോയ്സ് വാങ്ങിക്കൊടുക്കുന്നതൊക്കെ ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് പേർപ്പസിന് വേണ്ടി മാത്രമാണെന്നാണ്. പക്ഷെ നമ്മൾ റൈറ്റ് ആയിട്ടുള്ള ടോയ്സ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ അവരിൽ വേണ്ട പല സ്കിൽസും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും. ലൈക്ക് പസിൽ ഗെയിംസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ ഇംപ്രൂവ് ആവും. ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ പ്രിറ്റൻ പ്ലേ സെറ്റ്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികളുടെ ഇമാജിനേഷൻ, ക്രിയേറ്റിവിറ്റി തുടങ്ങിയ സ്കിൽസ് ഇംപ്രൂവ് ആവും. കിച്ചൺ സെറ്റ്, ഡോക്ടർ കിറ്റ് പോലുള്ള ടോയ്സ് ആണെങ്കിൽ കുട്ടികളിൽ അത് സോഷ്യൽ സ്കില്ല്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. ഇനി സ്റ്റാക്കിംഗ് റിങ്സ് അല്ലെങ്കിൽ ത്രെഡിംഗ് ബീഡ്സ് പോലുള്ള ടോയ്സ് എടുക്കുകയാണെങ്കിൽ അത് ഫൈൻ മോട്ടോർ സ്കിൽസ്, ഐ ഹാൻഡ് കോർഡിനേഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യും. ബോർഡ് ഗെയിംസ് ലൈക്ക് ലൂഡോ അല്ലെങ്കിൽ ചെസ് അല്ലെങ്കിൽ നമ്മൾ പാമ്പും കോണിയും ഇതൊക്കെ കുട്ടികളുടെ പേഷ്യൻസ് അല്ലെങ്കിൽ ടേൺ ടേക്കിംഗ് സ്കിൽ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യും. സോ ഇനി നിങ്ങളുടെ കുട്ടിക്ക് ടോയ്സ് സെലക്ട് ചെയ്യുമ്പം അവർക്ക് സേഫ് ആയിട്ടുള്ള, അവരുടെ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, ലേണിങ്ങിനെ പ്രൊമോട്ട് ചെയ്യുന്ന ടോയ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അതേപോലെ മാക്സിമം ഇലക്ട്രിക് ടോയ്സ് ഒക്കെ വാങ്ങിക്കൊടുക്കേണ്ടെന്നല്ല, നമ്പേഴ്സ് കുറയ്ക്കുക.